പിന്നെന്താ ഒരു കടുത്ത ആലോചന. അകപ്പാടൊരുമാതിരി ചിന്താവിഷ്ടയായ മാളുമായിട്ടാണല്ലോ ഇരിപ്പ്. ഞാൻ ധ്വനിയെക്കുറിച്ച് ആലോചിക്കായിരുന്നു. ധ്വനിക്ക് ആര്യനോട് റിയല്ലവായെന്ന് എനിക്ക് തോന്നുന്നത്. മുൻപ് ആര്യനെ സ്നേഹിക്കുന്നത് കാശിന് വേണ്ടി അല്ലേന്ന് ഞാൻ ചോദിച്ചപ്പോ അവള് മറുപടിയൊന്നും പറഞ്ഞില്ല. പെണ്ണിന്റെ മുഖത്ത് പതിവില്ലാത്തൊരു നാണവും ചമ്മലും ഒക്കെ ഞാൻ കണ്ടു. കുറച്ചു മുൻപും അത്തരൊരു സംസാരം ഉണ്ടായി. ഇപ്പോഴും ആ കളി തുറന്നൊന്നും പറയുന്നില്ല. എന്നാലും അവളുടെ ആറ്റിറ്റ്യൂഡ് മാറിയെന്ന് മുഖത്തൊന്ന് വ്യക്തമാ. അതിൽ നീ ഇത്ര വിഷമിക്കുന്ന എന്തിനാ? അവൾക്ക് അയാളെയും അയാൾക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ നമ്മളാ കല്യാണം അങ്ങ് നടത്തി കൊടുക്കും. അതല്ല അനുപേട്ട, ആര്യന്റെ ഇത് വലിയ കുടുംബമൊക്കെ ആയിരിക്കും. പക്ഷെ ധ്വനി പറഞ്ഞത് വെച്ച് അവർക്കിടയിൽ ഒരു സ്നേഹവും ഒത്തൊരുമയൊന്നും ഇല്ല. ആര്യനും അനിയത്തിയും തമ്മിൽ വരെ ശത്രുതയാണത്രേ. അതിലെന്താ പ്രശ്നം? ആര്യൻ അയാളുടെ ലൈഫ്, അനിയത്തിക്ക് ആ കുട്ടിയുടെ ലൈഫ്. പറഞ്ഞു കേട്ടിടത്തോളം ആര്യൻ ഒറ്റയ്ക്കാ താമസിക്കുന്നു. നാളെ കല്യാണം കഴിഞ്ഞാലും അനിയത്തിയോ മറ്റ് ഫാമിലി മെമ്പേഴ്സോ ആരും ശല്യപ്പെടുത്താൻ വരില്ലല്ലോ. നമ്മുടെ പിള്ളേര് അടിച്ച് പൊളിച്ച് ഒറ്റയ്ക്ക് ജീവിക്കട്ടേന്നേ. അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ നമ്മളില്ലേ? അനുപേട്ടൻ പറയുന്നതൊക്കെ ഞാൻ സമ്മതിക്കാം. പക്ഷെ അവരൊക്കെ വലിയ ആൾക്കാരാ. അവരുടെ നിലയ്ക്കും വിലയ്ക്കും ഒത്ത് കല്യാണം നടത്തണമെങ്കിൽ നമ്മള് എത്ര കോടി സ്ത്രീധനം കൊടുക്കേണ്ടി വരും? അത്രയും കാശൊക്കെ നമ്മൾ വിചാരിച്ച ഉണ്ടാക്കാൻ പറ്റുമോ? എന്റെ പെണ്ണേ മാളുക്കുട്ടി, നീ ഒരു കുട്ടി ആയതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്. എന്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് സ്ത്രീധനൊന്നും അവർ ചോദിക്കാൻ പോകുന്നില്ല. എന്നാലും നമ്മുടെ അനിയത്തിപ്രാവിന് അത്രയും വലിയ കുടുംബത്തിന് ചേരുന്ന വിധത്തിൽ തന്നെ സ്വർണം കൊടുത്ത് ആഡംബരമായിട്ട് കല്യാണം നടത്തണം. അത് നമ്മൾ നടത്തും. ഉള്ളിലെ വേവലിന് അത് നടന്നു കണ്ടാലേ സമാധാനാവുള്ളൂ. എങ്ങോട്ടാ? അല്ല, ആ വീട്ടിലുള്ള കീർത്തി ഒന്ന് കാണണമായിരുന്നു. ഞാൻ വിളിക്കാം. എന്താ കാര്യം? ഈ ബുക്സ് കൊടുക്കാൻ വന്നതാ. ബുക്സോ? എന്ത് ബുക്സ്? ഇവൻ തന്നെയാണ് പാർട്ടിക്കാര് പറഞ്ഞ കീർത്തിയുടെ ലവൻ. ഏടിയ വള്ളി കാലി ചുറ്റി. എന്താ റോഷ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? കേറി വാ. ഡോ, ആ ബുക്ക് കൊടുത്തേക്ക്. കൊണ്ടുപോ. ഹലോ. ഹലോ, ഞാൻ കീർത്തിയുടെ ഹസ്ബൻഡ് മിഥുൻ. MS എനിക്കറിയാം, പക്ഷേ എന്നെ എങ്ങനെ? അതൊക്കെ അറിയാം. വാന്നേ. കീർത്തിമോളെ, ദേ നിന്നെ കാണാൻ വന്നതാ. റോഷൻ വാ, അകത്തിരുന്ന് സംസാരിക്കാം. ഇദ്ദേഹത്തെ അകത്തേക്ക് വിളിക്കേണ്ട കീർത്തി. അവിടെ നിന്റെ അമ്മയും ചേച്ചിയൊക്കെ ഇല്ലേ?
ഒട്ടും പ്രൈവസി കിട്ടത്തില്ല. അതിനെന്താ മിഥുനേട്ടാ, ഇവിടെ ഇരിക്കാലോ. അതല്ല കീർത്തി, അപ്പൊ നിങ്ങൾ എത്ര നാൾ കൂടി കാണുന്നതാ? ഈ പഴയ ഫ്രണ്ട്സ് ഒത്തുകൂടുമ്പോഴേ പഴയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതിനിടയ്ക്ക് ആരെങ്കിലും ഒക്കെ കയറി വരുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ലേ? അയ്യോ, അത് സാരമില്ല. ഞാൻ കൂടുതൽ നേരം നിൽക്കുന്നില്ല. ഇതൊന്ന് കൊടുക്കാൻ വേണ്ടി വന്നതാ. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഇതുവരെ വന്ന സ്ഥിതിക്ക് സംസാരിച്ച് ഒരു ചായ കുടിച്ചിട്ട് പോവാന്നേ. അപ്പൊ കീർത്തി, നീ നിന്റെ ഫ്രണ്ടിനെ കൂട്ടി ആ സൈഡിലേക്ക് മാറി നിൽക്ക്. അവിടെ ആകുമ്പോ ആരും ശല്യം ചെയ്യത്തില്ല, നല്ല പ്രൈവസിയും കിട്ടും. വിളിച്ചോണ്ട് ചെല്ലും മോളെ. റോഷൻ വരൂ. ചെല്ല്. നീ MS ആയിട്ട് പ്രണയത്തിലാണെന്ന് എന്നോടൊരു വാക്ക് പറയായിരുന്നു. ഇതിപ്പോ കല്യാണം നടന്നതുപോലും മറ്റുള്ളവർ പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. റോഷ, അത് നമ്മള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നാ ഞാൻ വിചാരിച്ചത്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ആരോടും ഒന്നും പറയാൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പുസ്തകം തിരിച്ചു തരാൻ വന്നതാണെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് പുതിയ പുസ്തകമാണ്. വായിച്ചപ്പോൾ നല്ലതാണെന്ന് തോന്നി. നിനക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. താങ്ക്സ്. എന്തായിരിക്കും ഇവര് തമ്മിൽ സംസാരിക്കുന്നത്? ഇത് മൊത്തം വായിച്ചായിരുന്നു. വായിച്ചായിരുന്നു. നല്ല പുസ്തകം. മോനെ, അതാരാ അവിടെ കീർത്തിയുടെ കൂടെ നിൽക്കുന്നേ? ആരാ വന്നിരിക്കുന്നേ? അതൊന്നും സാരമില്ല ആന്റി, എല്ലാം എന്റെ ദുർവിധിയാ. ഞാൻ അനുഭവിച്ചോളാം. മോനെ, ഞാൻ അനുഭവിച്ചോളാം. മോനെ